ഹായ്! ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. വൈകുന്നേരമാണ് പോവണത്. വേറെ എങ്ങോട്ടുമല്ല, മാനന്തവാടി ടൗണിലേക്കാണ് കേട്ടോ. ഞാനും കുട്ടികളും ഉണ്ട്, പിന്നെ താത്തയും മോനും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ പോവണത്. അപ്പോൾ വൈകുന്നേരം 5 മണീൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, മാനന്തവാടി ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അത് കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയാണ്. കുറേ ദിവസം മുന്നേ ഓരോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതേനു കേട്ടോ. പിന്നെ അത് തീരാനായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നുപോയി. അപ്പോഴാണ് 30-ാം തീയതി വരെ നീട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ഓരോ സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സ്കൂളിട്ട് വന്നേരെ ഓരോക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അവിടെ എത്തി എല്ലായിടും ഒന്ന് ചുറ്റി കറങ്ങി അങ്ങനെ കണ്ടു. പിന്നെ ഇതാ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് അതും ഇതൊക്കെ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിന് കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. നിച്ചുമോക്കൊരു കമ്മലും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നാസിമോനാണെങ്കിൽ വണ്ടിയും ഓനക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. താത്താക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചെടീൻ്റെ ഭാഗത്തേക്ക് വെറുതെ ഒന്ന് വന്നതാണ്. ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പൂ വിരിഞ്ഞ് നിൽക്കണ കാണാൻ വേണ്ടിയിട്ടേ അങ്ങനെ വന്ന് നിന്നതേനു. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലും കുറച്ച് നേരം വന്ന് നിന്നു. എന്താ വേണ്ടേന്ന് നോക്കിയിട്ട് തന്നെ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാനിപൂരിയും പിന്നെ എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ട് അങ്ങനെ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ മുതൽ എല്ലാവരും ലക്ഷ്യം എന്ന് പറയുന്നത് യന്ത്രൂഞ്ഞാലാണ് കേട്ടോ. യന്ത്രൂഞ്ഞാൽ കയറണം എന്നുള്ളതായിരുന്നു. നാസിമോനാണെന്നുണ്ടെങ്കിൽ ഇതാ ഓനക്ക് പറ്റിയ ജീപ്പും കാറും അങ്ങനത്തെ എന്തൊക്കെയോ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഓനെ ആ ഒരു ജീപ്പിലൊന്ന് കയറ്റിയിട്ടുണ്ടായി. ഞങ്ങളെല്ലാവരും പിന്നെ ഒന്ന് യന്ത്രൂഞ്ഞാൽ കയറാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മരണക്കിണറിൻ്റെത് ഉണ്ടല്ലോ, ആ ബൈക്കിൻ്റെ ഒച്ച കേട്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ പോയി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊന്ന് എല്ലാം നടന്ന് കണ്ടിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇതാ അനു ബോൾ എറിഞ്ഞിട്ട് ഓനക്ക് ചെറിയൊരു പീലർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 ബോളാണ്, അപ്പോൾ 6 കള്ളിയിലിടുക, ആ നമ്പർ കൂട്ടി കിട്ടുന്ന ആ ഒരു സാധനം കിട്ടുന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗെയിം. അപ്പോൾ എന്തായാലും അതിന് 50 രൂപയാണ് ഈ ഒരു ഗെയിമിന്. അപ്പോൾ അനു അതിന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ യന്ത്രൂഞ്ഞാൽ കയറിയതിൻ്റെ ആ ഒരു ഇതാണ് ഈ കാണുന്നത്. ചെറിയ എന്താ പറയുക, ഞങ്ങൾ വേറെ കള്ളിയിലും താത്തയും നിച്ചുമോളും വേറെ കള്ളിയിലായിരുന്നു കേട്ടോ. എന്തായാലും കുട്ടികളെ പൂതിയല്ലേ, അപ്പോൾ ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നാസിമോനെ വേറെ ഒരു വണ്ടിയിലും കൂടെ കയറ്റിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി. ഗാനമേളയൊക്കെ ഉണ്ട്, അത് പിന്നെ 9 മണി 10 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് അത്ര സമയം ഞങ്ങൾ നിന്നിട്ടില്ലായിരുന്നു. പിന്നെ വേഗത മൈസൂർ റോഡ് ടൗണിലേക്ക് വന്നിട്ടുണ്ട്. പടാ ബസാർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാറും അതിൻ്റെ പുൽക്കൂടൊരുക്കലൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് കഴിഞ്ഞു കേട്ടോ. വെറുതെ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാട്ടിക്കുളത്തേക്ക് ബസ്സിൽ വന്നു. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.